ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബാത്റൂമിന്റെ ഫിറ്റിങ്ങിന്റെ കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാത്റൂമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിലാണ് ഇത് ഔട്ട് പോണതാണ്. ഇത് ഇതിന്റെ കൺട്രോളർ. അപ്പൊ ഈ ഔട്ട് പോണതിന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇതന്നെ നമ്മൾ വാഷ് ബേസിന്റെ ഒക്കെ കപ്ലർ ഉണ്ടാവും, വേസ്റ്റ് കപ്ലർ, അതേപോലത്തെ ഒരു കപ്ലർ. പിന്നെ ഇതിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ സാധനം. ഇവിടെയാണ് നമ്മളെ കൺട്രോളിങ്. ഇത് ഇവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ പൊന്തുക ചെയ്യുക, ഇതിൽ നിന്ന് പൊന്തും, അപ്പോൾ വെള്ളം പോകും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈം അതിൻ്റെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാവും. പിന്നെ ഇതെന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഊരി എടുത്തേക്കണം. ഇതൊക്കെ ഊരി എടുത്തേക്കണം, അല്ലെങ്കിൽ സിമെൻ്റൊക്കെ ആയിട്ട് ആകെ അലമ്പാവും. ഇത് നമ്മളിത് ഊരി മാറ്റാൻ പോകാം കേട്ടോ. ഊരി പരമാവധി വൃത്തിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഊരി മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും, സ്റ്റാറിൻ്റെയാണ് സ്ക്രൂ, സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് ഇത് ഊരിട്ടെടുക്കുക. നമ്മൾ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഷവർ പോക്കിൻ്റെ സാധനങ്ങൾ എടുത്തേക്കണ പോലെ നമ്മൾ എടുത്തേക്കുക. ഇതാണ് സാധനം. ഈ സാധനം നമ്മളെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഔട്ടറാട്ടോ, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോണ ഭാഗമാണ്. ഇത് ഒന്നുമില്ല, നമ്മളെ സിങ്കിൻ്റെയൊക്കെ കപ്പിൾ ഊരുന്ന പോലെ ഊരുക, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ഊരുക. വാഷർ നമ്മൾ പരമാവധി പെട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സാധനം നമ്മൾ ശ്രദ്ധിക്കില്ല, അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, അത് പോവാതെ അളകാതെ ഫിറ്റ് ചെയ്യാൻ നോക്കുക. ഇതിനൊരു വാഷർ ഉണ്ടാവും കേട്ടോ, വാഷർ പോവാതെ നോക്കണം. ഇതുണ്ടോ, ഈ വാഷറും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ചെയ്യുക, പോവാതിരിക്കാൻ നോക്കണം, പരമാവധി ശ്രദ്ധിക്കണം നമ്മൾ. നമ്മൾ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ മാസ്ക് ടാപ്പ് പൊട്ടിച്ചിട്ട് വൃത്തിയായിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗട്ടൊക്കെ ഇറങ്ങിയിട്ട് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പരമാവധി മാസ്ക് ടാപ്പൊക്കെ ചുറ്റിയിട്ട് പരമാവധി വൃത്തിയാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് ഒട്ടിക്കുക. ഓക്കെ, വെച്ചരാ. ടൈറ്റ് ചെയ്യുന്ന കാണിക്കടാ. ഇത് കയറ്റി കേട്ടോ, കേട്ടോ. ടൈറ്റ് ആക്കിയോ? ഇത് അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ സിങ്കിൻ്റെ ഒക്കെ കപ്ലർ ഉണ്ടാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ ടൈറ്റ് ആക്കി കൊടുക്കുക, നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടിയിൽ ലീക്ക് എടുക്കുക. ഇതിനെ വാ, ഇത് പരമാവധി നമ്മൾ ലീക്ക് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ സിലിക്കോൺ എന്തെങ്കിലും തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സിലിക്കോൺ തേക്കുന്നുണ്ട്, ഇപ്പോൾ തേച്ചിട്ടില്ല. അപ്പോൾ സിലിക്കോൺ എന്തെങ്കിലും വെച്ച് തേച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിനുള്ളിൽ. അല്ലെങ്കിൽ പിന്നീട് ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇത് കാണുന്ന പുറമല്ലോ, ഒക്കെ അടഞ്ഞു പോണ ഭാഗങ്ങളല്ലേ. നമ്മൾ ഈ ഔട്ടറിൽ ഇവിടെ ത്രെഡ് ഉണ്ടാവും. ഇതിൽ നമ്മൾ FTA കയറ്റിയിട്ട് നമ്മൾ ബാത്റൂമിൽ ഔട്ടർ ഇട്ട് കൊടുക്കുന്ന പൈപ്പ് ഏതാ വെച്ചാൽ അതിൽ 1.5 പൈപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 1.5 കറക്റ്റ് സ്യൂട്ടബിൾ. അപ്പോൾ FTA ഏതാ വെച്ചിട്ട് അത് നമ്മൾ എൽബോയിൽ കയറ്റി കൊടുക്കുക. നമ്മൾ കയറ്റുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിതിൻ്റെ 4 പുറം സിലിക്കോൺ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിത് 1.5 FTA അതിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. FTA ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എൽബോയിൽ കയറ്റിയാൽ ഈ സാധനം ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. മാസ്ക് ടൈപ്പ് നമ്മൾ നേരം പോലെ ഒട്ടിച്ചിട്ടാ. പരമാവധി നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആവുന്നുണ്ട്, ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പണിക്കാരെന്താ ആക്കാന്ന് നമുക്കറിയില്ല. നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ പരമാവധി ക്ലിയർ ആക്കി ചെയ്യാം. ഇത് നമ്മളെ ഔട്ടറിൻ്റെ കൺട്രോളിങ് കേട്ടോ. ഈ കൺട്രോളിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ മാസ്ക് ടൈപ്പ് പൊട്ടിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടൈൽസ് പണിക്കാർ ഗ്രൗട്ടാക്കിയിട്ട് ആകെ വൃത്തിയാടാക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ സമയത്ത് ഒന്നിനും പറ്റാത്ത രീതിയിലാക്കും അവർ. ഇപ്പം നമ്മൾ ബാത്റൂമിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അടിഭാഗം മണലിട്ട് ഫില്ലാക്കിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി നമ്മൾ ബാത്റൂം കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കി കൂടി ഫില്ലാക്കിയിട്ട് ബാക്കി പിന്നെ നമ്മൾ തേച്ച് മെനിക്കിട്ട് ക്ലിയർ ആക്കും. ഇതാണ് നമ്മളെ ഔട്ടർ വരുന്നത്. 1.5 ഇഞ്ചാണ് ഔട്ടർ വരുന്നത്.
നേരെ ട്രാപ്പിലേക്ക് പിടിക്കാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊണ്ടുപോകാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് കുറച്ച് നമ്മൾ ട്രാപ്പിലേക്ക് പിടിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കൂടുതൽ എന്താണ് പോകുന്നിട്ട് ഇവിടെ ഇല്ലാവില്ല, ഇവിടെ ആയിട്ടാവില്ല. നമ്മൾ ഏകദേശം ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ലെവലിൽ വെച്ച് നോക്കണം. രണ്ട് സൈഡും ക്ലിയർ അല്ലേ നോക്കുക. ഇവിടെ പട്ട പോലെ ഇതിൽ വെച്ചിട്ട് ഇത് ക്ലിയർ അല്ലേ നോക്കുക. കാണിച്ചോക്കടാം. ഈ ഭാഗം ഇപ്പോൾ ക്ലിയർ. ഇപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി ക്ലിയർ ആണ്. ഈ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങോട്ടുള്ളത് അതും ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ അടിഭാഗം ക്ലിയർ ആയിട്ട് ലൈറ്റ് ഉണ്ടോ, ഫ്ലാഷ് ഉണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ. അടിഭാഗം ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ഭാഗം നമുക്കിവിടെ ഇത്ര സ്പേസ് ഉള്ളൂ, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്പേസ് ഉള്ള കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മണൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ഈ ഗ്യാപ്പുകളൊക്കെ ഇനി മണൽ പതുക്കെ ഗ്യാപ്പൊക്കെ അടച്ചിട്ട് ഫില്ലായി കൊടുക്കും. നമുക്ക് ആ പുറത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ 3 പുറത്തുനിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ചങ്ങായിമാരെ നമ്മളിതാ ഫിനിഷായി കഴിഞ്ഞിട്ടോ. ബാത്റൂമിൻ്റെ പണി ഫിനിഷായിക്കാണ്. അപ്പോൾ തുടച്ച് വൃത്തിയാക്കുകയാണ്. അത് കുറേ കലവും ഗ്രോട്ടും കയറിയുണ്ട് നമ്മൾ പണിയെടുത്തതിൻ്റെ. അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ടൈൽസരിക്ക് നമ്മൾ കിണ്ണം കാച്ചാക്കിയിട്ടുണ്ട് കൊടുക്കാനാണ്.